വ്യായാമം. ഒരു ഹൃദ്രോഗി വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? എന്താണ് മോശം? ഞാൻ ഡോക്ടർ ത്രിദീപ് സാഗർ, സീനിയർ ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ്, ആശ്രയ ഹോസ്പിറ്റൽ, തൃശൂർ. വ്യായാമം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട്? നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ പേശികൾക്ക് ക്ഷതം സംഭവിച്ചു എന്ന് വിചാരിക്കൂ. ഒരു ഹൃദ്രോഗി അല്ലെങ്കിൽ ഹൃദ്രോഗം വന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു പോയ ഒരു വ്യക്തിക്ക് ആ പ്രത്യേക മസിലിനുണ്ടാകുന്ന ഡാമേജ് കാര്യമായിട്ടുണ്ടാവുന്നതാണ്. അതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിയുകയോ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ മസിലിലേക്കുള്ള രക്തോട്ടം പുനരാരംഭിക്കുന്നു എന്ന് മാത്രം. സ്വാഭാവികമായിട്ട് ആ ഒരു രക്തോട്ടം പുനരാരംഭിച്ച ശേഷം ആ മസിലിലേക്കുള്ള രക്തോട്ടം വന്നു. രക്തോട്ടം കാരണം അവിടുത്തെ മസിലുകളും പേശികളും വളർന്നു തുടങ്ങി എന്നാണ് അർത്ഥം. ഒരു ശൈശവാവസ്ഥയിൽ നിന്നുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള പേശികളെ ഒരു പ്രായം ചെന്നിട്ടുള്ള പേശികളിലേക്ക് എത്തുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി വർഷങ്ങളെടുക്കുന്നതാണ്. ബട്ട് സാധാരണ നമ്മൾ ഈ ഒരു നല്ലൊരു ആൻജിയോപ്ലാസ്റ്റിയും അനുബന്ധ ബൈപ്പാസോ അല്ലെങ്കിൽ അനുബന്ധ ബൈപ്പാസ് ഇല്ലാതെയോ ചെയ്യുന്ന വ്യക്തികൾക്ക് മരുന്നുകളും വ്യായാമവും ശ്രദ്ധയോടുകൂടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേശീബലക്കുറവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൃദ്രോഗികൾ വ്യായാമം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ഒത്തിരി വെയിറ്റ് എടുക്കണമെന്നോ അങ്ങനെ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു വ്യായാമമല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിലുള്ള ജിമ്മിൽ പോയിട്ടുള്ള മിതമായിട്ടുള്ള എക്സർസൈസ് 25 കിലോ ഭാരത്തിൽ താഴെയുള്ള ഭാരങ്ങളൊക്കെ എടുത്ത് വ്യായാമം ചെയ്യാവുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ദയവായി നടക്കുക. ബ്രിസ്ക് വാക്കിംഗ് ആണ് പറയുന്നത്. സാധാരണയുള്ള വാക്കിംഗ് അല്ല. യു ഹാവ് ടു വാക്ക് ഫാസ്റ്റ് ആൻഡ് സോ ദാറ്റ് യു ക്യാൻ സ്വെറ്റ്. സ്വെറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ട്രെസ് ഇത്തിരി ഹാർട്ടിന് കൊടുത്ത് ഹാർട്ടിന്റെ പേശികൾക്ക് ബലം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമ മുറ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. ഒരു ഹൃദ്രോഗി വ്യായാമം ചെയ്യാതിരിക്കരുത്. ദയവായി വ്യായാമം ചെയ്യണം. ഒരു സ്മാർട്ട് വാച്ച് പറ്റുമെങ്കിൽ കെട്ടുക. ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുക. ഇത്തിരി ഹാർട്ട് റേറ്റ് കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്താൽ അപകടമാണ്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ വ്യായാമ മുറകൾ ആഴ്ചയിൽ 5 ദിവസം, 2 ദിവസം റെസ്റ്റ് ചെയ്യാം. 5 ദിവസം ചെയ്ത് പ്രോപ്പറായിട്ട് മരുന്നുകളും കഴിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഭാവിയിൽ ഒരു ഹൃദ്രോഗം മൂലമുണ്ടാകുന്ന അപകടത്തെ ചെറുത്ത് നിൽക്കാനും മരണത്തിൽ അപകടത്തിൽ നിന്ന് നമ്മൾ